എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനു സൂര്യനാരായണൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മട്ടാർ പറാത്ത. നമ്മുടെ നോർത്തേൺ സൈഡിലൊക്കെ വളരെ ഫേമസ് ആയൊരു സാധനമാണ്. നമുക്കത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഗോതമ്പ് നമുക്ക് മാവ് കുഴച്ച് വയ്ക്കാം. അത് കുഴച്ചൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. 1 കപ്പ് ഗോതമ്പ്, അതിലേക്കൊരു 1/4 കപ്പ് മൈദ. നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിത് ചപ്പാത്തിക്ക് ഒഴിക്കും പോലെ തന്നെ സെയിം പരിപാടികൾ തന്നെ, പക്ഷെ നമ്മളിതിൽ മൈദ കുറച്ച് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുക. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഒരു പൊട്ട്, ഒരു തുള്ളി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യിക്കട്ടെ. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിനി സ്റ്റഫിങ്ങിലുള്ള കാര്യങ്ങൾ ശരിയാക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഗ്രീൻ പീസാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൾറെഡി ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ്. വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക വേണ്ടു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുമിൻ പൗഡർ ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ മാവിനെ ഒരു 4-5 ഭാഗങ്ങളായിട്ട് തിരിക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ പാകത്തിൽ. നമുക്കിത് പരത്താനായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ഒന്ന് കല്ലിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് എടുത്ത് നമ്മൾ ജസ്റ്റ് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്. ഈ ഒരു പാകത്തിൽ നമ്മൾ ഇതെടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പീസും ഇതൊക്കെ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് ഉരുട്ടി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നങ്ങനെ എല്ലാവിടെയും നമ്മളിങ്ങനെ കൂട്ടി കൊടുക്കുക. ഇതിൻ്റെ ഈ മേൽഭാഗം വരുന്നത് നമ്മളിത് റിമൂവ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റർ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിന് ഈ മേൽഭാഗം ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാവിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുക. മെല്ലെ ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ എയർ വരാൻ ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോകും. ഗ്യാസിൽ ഒരു പാൻ വയ്ക്കുക. പാനിൽ നമ്മുടെ ദോശക്കല്ലോ നമ്മൾ ചപ്പാത്തിക്കല്ലോ അങ്ങനെ എന്താ വെച്ചാൽ അത് വയ്ക്കുക. അതായത് നന്നായിട്ട് ചൂടാവണം. നന്നായി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഇത് ഇട്ട് കൊടുക്കാം. നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മറിച്ചിടുക.
ഈ ഭാഗത്തും അതേപോലെ നെയ്യോ ബട്ടറോ എന്താ വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കിതിൽ സ്റ്റഫ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ചാൽ അവരറിയാതെ തന്നെ നമ്മളിത് കഴിക്കുന്നതാണ്. നല്ലൊരു ഡയറ്റ് റെസിപ്പിയും കൂടെയാണ്. നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിയും ആ റേഞ്ചിലൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പീസ് പൊറോട്ട അല്ലെങ്കിൽ മട്ടാർ പൊറോട്ട എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡയറ്റിലിരിക്കുന്നവർക്ക് ഇവർക്കൊക്കെ ഇത് നല്ലൊരു വിഭവം കൂടിയാണ്. എന്താ വെച്ചാൽ കുട്ടികൾക്കൊന്നും ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചാൽ അവർ പോലും അറിയാതെ നമ്മളത് അവർ തന്നെ കഴിച്ചോളും. അത്രയും നല്ലൊരു ടേസ്റ്റിയായ ഫുഡുമാണ്. ചില കുട്ടികൾ നമുക്ക് ചപ്പാത്തി കഴിക്കാനൊന്നും ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഇതൊക്കെയാണ് ഭയങ്കര ടേസ്റ്റിയായ സംഭവമാണ്. ഈ തൈര്, റൈത്ത അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് കഴിക്കാനാണ് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കുക. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരേന്ദ്രനാണ്. സൈനിങ് ഓഫ്.